വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ മീഷോ എന്നുള്ള ഡ്രസ്സുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് മിന്ത്രയിൽ നിന്നാണ്. കോട്ടൺ ഡ്രസ്സാട്ടോ, നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് സ്റ്റേസിൻ്റെ 9-9 ലിപ്സ്റ്റിക് ആട്ടോ, ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വരുന്നത് 05 കൊക്കോ ലോക്കോ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഡ്രസ്സ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ, ചെക്ക്ഡ് പ്രിൻ്റാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. സ്ലീവ്സ് എൽബോൻ്റെ മേളിലാണ് വരുന്നത്. പിന്നെ സ്ലീവ്സിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആട്ടോ, ഭയങ്കര ടൈറ്റോ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ മേടിച്ച എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റാണ്. പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഷോൾഡറിൻ്റെ ഇവിടെ എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. ഇതിന് ലൈനിങ് ഒന്നും വരുന്നില്ല. പിന്നെ ബാക്കിൽ ഇവിടെ സ്മോക്ക്ഡ് ആയിട്ടാട്ടോ. പിന്നെ 2 വള്ളിയുണ്ട്, അത്യാവശ്യം നല്ല വീതിയുള്ള വള്ളിയാട്ടോ ബാക്കിൽ കെട്ടി വെക്കാൻ. പ്ലീറ്റ്സ് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. ഏറ്റവും അടിയിൽ ഇവിടെ ഒരു ലെയർ ഉണ്ട്, ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ക്രേപ്പ് ആട്ടോ. ഞാനത് ക്ലോസപ്പിൽ കാണിച്ചു തരാം. കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഇത്രയും ഭാഗത്ത് മാത്രം 2 ലെയർ വരുന്നുണ്ട്, ബാക്കി ഒരു സ്ഥലത്തും ലൈനിങ് ഇല്ല കേട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഞാനിത് മേടിച്ചത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ ഡ്രസ്സും സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഞാനിത് പർച്ചേസ് ചെയ്തത് 386 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. ഇതിനാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും സ്മോക്ക്ഡ് ആയിട്ടാണ്. എൽബോൻ്റെ മേളിലാണ് സ്ലീവ്സ് വരുന്നത്. സ്ലീവ്സിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. എലാസ്റ്റിക് ആണെങ്കിൽ ഞാൻ മേടിച്ചത് മീഡിയം സൈസ് ആട്ടോ. എനിക്ക് എലാസ്റ്റിക് കുറച്ചിങ്ങനെ ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ഫിറ്റ് ആയിട്ടുള്ള എലാസ്റ്റിക് ആട്ടോ കംഫർട്ടബിൾ. ഇവിടെയൊക്കെ ഓക്കെ ആണ്. ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. ഏറ്റവും അടിയിലൊരു ലെയർ ഉണ്ട്. മൊത്തം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ്. പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുള്ള റയോൺ എന്നാട്ടോ, പക്ഷെ ഇത് റയോൺ അല്ല, ക്രേപ്പ് മെറ്റീരിയലാണ്. ഞാനത് മേടിച്ച് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. പിന്നെ ഈ ഒരു ലിങ്കിൽ വേറെ 2 പ്രിൻസും കൂടി അവൈലബിൾ ആണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 339 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ്. മൊത്തം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ആട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്, പഫ് സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. ഇതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ്. ഞാൻ മേടിച്ചിട്ടുള്ള എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. എലാസ്റ്റിക് ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഷോൾഡറിൻ്റെ ഇവിടെയൊക്കെ എലാസ്റ്റിക് ഉണ്ട്. ആൻഡ് ഫ്രണ്ടിലും ബാക്കിലും ഇവിടെ സ്മോക്ക്ഡ് ആണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ ഇതിന്. നേരത്തെ ഞാൻ കാണിച്ച ബ്ലാക്കിനും ലൈനിങ് വരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ പ്ലീറ്റ്സ് ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. ഇതിവിടെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ റയോൺ ആണ്, പക്ഷേ എനിക്ക് തൊട്ടിട്ട് ക്രേപ്പ് ടൈപ്പ് മെറ്റീരിയൽ ആയിട്ടാണ് ഫീൽ ആയിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ വേറെ 2 കളർ ചേഞ്ചസും കൂടി അവൈലബിൾ ആണ്. ഞാനത് മേടിച്ച് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റ് ആണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 334 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇതിലാണെങ്കിൽ മൊത്തം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. പിന്നെ ഈ ഒരു സ്ട്രാപ്പ് ആണെങ്കിൽ എലാസ്റ്റിക് ആട്ടോ. അതിൻ്റെ മേലെ ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും സ്മോക്ക്ഡ് ആയിട്ടാട്ടോ. പിന്നെ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത ലാർജ് സൈസ് ആട്ടോ. ഞാൻ ഈ ഒരു ഹോളിൽ ഇത് മാത്രമാണ് ലാർജ് പർച്ചേസ് ചെയ്തത്. കാരണം ഞാൻ പണ്ട് ഈ സ്മോക്ക്ഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടയ്ക്ക് 1 സൈസ് അപ്പ് പർച്ചേസ് ചെയ്യാറുണ്ട്. ഭയങ്കര ലൂസൊന്നും ആവാറില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റ് കിട്ടും. ഇതും എനിക്ക് ഭയങ്കര ലൂസൊന്നും അല്ല കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റാണ്. കാരണം സ്മോക്ക്ഡ് അല്ലേ, ഇനിയിപ്പോൾ 1 സൈസ് അപ്പ് മേടിച്ചാലും ഭയങ്കര ലൂസാവില്ല, കാരണം ഇവിടെ മൊത്തം എലാസ്റ്റിക് അല്ലേ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഫ്രില്ലുണ്ട്, ബാക്കിലില്ല. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഡ്രസ്സിന് ലൈനിങ് ഉണ്ട്. പിന്നെ ഇവിടെ പ്ലീറ്റ്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു പ്ലീറ്റ്സ് ആണെങ്കിൽ താഴത്തെ പ്ലീറ്റ്സ് മേളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. താഴത്തേക്ക് കുറേ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്.
അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 480 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. ഇതാണെങ്കിൽ ഇവിടെയും പിന്നെ സ്ലീവ്സിലും സ്മോക്കഡ് ആയിട്ടാട്ടോ. ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെയാണ്. ഞാൻ മേടിച്ച മീഡിയം സൈസ് ആട്ടോ. എനിക്ക് കറക്റ്റാണ്. ഭയങ്കര ടൈറ്റോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു സ്ലീവ്സ് ആണെങ്കിലും ഈ ഒരു ഭാഗത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ പ്ലീറ്റ്സ്. ആൻഡ് ഇവിടെ ഉണ്ട്. അത് താഴത്തെ പ്ലീറ്റ്സ് മേളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മോഡലാണ്. ഇതിന് ലൈനിങ് ഒന്നും വരുന്നില്ല. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. പോളിസ്റ്റർ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ വേറെ കളർ ചേഞ്ചസ് അവൈലബിൾ ആട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 363 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. സ്ലീവ്ലെസ് ആണ്. എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് കോളർ വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഷോ ബട്ടൺസ് ഉണ്ട്. റയോൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് നടുക്ക് ഇങ്ങനെ കുറച്ച് കയറിയിട്ടാണ് വരുന്നത്. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ പ്ലീറ്റ്സ്. ഇവിടെയും പ്ലീറ്റ്സ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാട്ടോ. ബാക്കിൽ ഈ ഒരു ഭാഗത്ത് എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. ഭയങ്കര ടൈറ്റ് ഒന്നുമല്ല, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഞാൻ അത് മേടിച്ച് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. പിന്നെ ഈ ഒരു ലിങ്കിൽ വേറെ 2 ഡ്രസ്സും കൂടി അവൈലബിൾ ആട്ടോ. ഒന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ്, ഒന്ന് വേറെ പ്രിൻ്റ് ആട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 485 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.